ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സത്കർമ്മ സൽക്കാരം നടത്തി. രോഗിയായ മാതാവിനും 2 മക്കൾക്കും വീട് നിർമ്മിക്കാനായാണ് സത്കർമ്മ സൽക്കാരം നടത്തിയത്. രോഗിയായ മാതാവിനും 2 മക്കൾക്കും വീട് നിർമ്മിച്ചു നൽകാനായാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സത്കർമ്മ സൽക്കാരം നടത്തിയത്. രാമപുരം താമരശ്ശേരി ഓഡിറ്റോറിയത്തിന് സമീപം അരൂർ കിഴക്കതിൽ പരേതനായ അനിലിന്റെ ഭാര്യ മഞ്ജുവിനും 2 മക്കൾക്കുമായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകുന്നത്. SSLCക്കും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളുമായി മഞ്ജു ജീർണിച്ച ഷെഡിലാണ് അന്തിയുറങ്ങുന്നത്. ഈ കുടുംബത്തിന്റെ ദുരിതം കണ്ടറിഞ്ഞ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് മുൻകൈയെടുത്താണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി സൽക്കർമ്മ സൽക്കാരമൊരുക്കിയത്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ രാമപുരം ദേവീക്ഷേത്രത്തിന് കിഴക്ക് മഞ്ഞിനേത്ത് പുത്തൻ വീട്ടിലായിരുന്നു സൽക്കർമ്മ സൽക്കാരം നടത്തിയത്. നിരവധി പേർ ഇതിൽ പങ്കെടുത്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ സൽക്കർമ്മ സൽക്കാരമായി മാറുന്നത് ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ 2 വിദ്യാർത്ഥികളുള്ള മഞ്ജുവിനെ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനും തുടർന്ന് കുടുംബം സുരക്ഷിതമാകുന്നതിനും വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഇങ്ങനെ ഒരു സൽക്കർമ്മ സൽക്കാരം ഈ രാമപുരം അമ്പലത്തിന്റെ കിഴക്കുവശം രാവിലെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൽക്കർമ്മ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന CV രാമൻ യുറീക്ക ബാലവേദി പക്ഷത്തിന്റെ ആ ഗ്രൂപ്പിൽ ആ ഒരു സംഘത്തിലുള്ളതാണ് ഈ മഞ്ജുവിൻ്റെ മോളും. ആ കൂട്ടുകാരികളാണ് അവരുടെ മുട്ടായി മേടിക്കുവാനുള്ളതും അവർ മാറ്റിവെച്ച അവരുടെ സമ്പാദ്യത്തിൻ്റെ ചെറിയൊരു പങ്ക് ഇന്ന് ഈ സൽക്കർമ്മ സൽക്കാരത്തിലേക്ക് തരുന്നത്. അത് വാങ്ങുമ്പോൾ വലിയ സന്തോഷം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി വിദ്യാഭ്യാസം ചെയ്യിക്കാം, അവർക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ നൽകാം. പക്ഷേ അന്യൻ്റെ ദുഃഖത്തിൽ കരുണയുള്ള ഒരു മനസ്സുള്ള തലമുറയാക്കി നമ്മുടെ മക്കളെ മാറ്റിയില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ ഉറപ്പായും വൃദ്ധമന്ദിരങ്ങൾ ഇപ്പോഴേ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാര്യം ഇവരിലേക്ക് എങ്ങനെ സ്നേഹിക്കാൻ ഇവരെ പഠിപ്പിക്കാം, എങ്ങനെ അന്യൻ്റെ ദുഃഖത്തെ ഏറ്റെടുക്കാം എന്നീ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. ആ നഷ്ടം നികത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ ഉച്ച മുതൽ ഇവിടെ വന്ന് ഇതിനോട് സഹകരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇവരൊക്കെ പലരും ഇൻഡിവിജ്വലായിട്ട് കൊണ്ട് കൊടുത്ത് ഒക്കെ ചെയ്തു. ആ കൂട്ടുകാരിയോടുള്ള സ്നേഹം, കൂട്ടുകാരനോടുള്ള സ്നേഹം, ആ സ്നേഹം നമുക്കുണ്ടാവട്ടെ. ആ പൈസ സന്തോഷത്തോടെ വായിക്കുന്നു. പൈസയുടെ വലിപ്പമല്ല, അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്, അവരുടെ മനസ്സിനാണ് പ്രാധാന്യം. ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായും തുടർന്നും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം വാടിയാൽ നിങ്ങൾ മനസ്സിലാക്കണം. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ കൂട്ടാൻ എണ്ണം കുറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട്. അവരെ കരുതുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ കൂടെ ചേരുവാനും നിങ്ങൾ ഒറ്റയ്ക്കും നിങ്ങളുടെ ബാലവേദി ഒക്കെയായി നിങ്ങളുടെ അറിവുകൾക്കപ്പുറം, വിദ്യാഭ്യാസത്തിനപ്പുറം, അക്കാഡമിക്കൽ മാർക്കിനപ്പുറം ഈ അന്യദുഃഖത്തിൽ കരുണയുള്ള മനസ്സിനെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷാജി കെ ഡേവിഡിനെ കൂടാതെ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പ്രവർത്തകരായ ബാബു S. പിള്ള, ലത, മായാമധു, സിയാദ്, അഷ്റഫ്, റിയാസ്, സുഭാഷ്, അനീഷ്, ജോസ്, ജോമോൻ, ഏവൂർ ശ്രീജിത്ത്, മനോജ് ഗീവർഗീസ്, ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ 2 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അത് മഞ്ജുവിൻ്റെയും രാമപുരം ഹൈസ്കൂളിൽ നിന്നും റിട്ടയർഡായ ലത ടീച്ചറായിരുന്നു ഇതിൻ്റെ കൺവീനറും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നത്. ആ ലത ടീച്ചറിൻ്റെയും കൂടെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ടായി ഈ പൈസ കേരള ബാങ്കിൽ നിക്ഷേപിക്കും. ഈ ചലഞ്ച് അവസാനിക്കുമ്പോൾ മറക്കാതെ ഓർക്കേണ്ട ഒത്തിരി മുഖങ്ങൾ, ഒത്തിരി പേരുകളുണ്ട്. ഈ ഭക്ഷണം തന്ന മലബാർ ഹോട്ടല്, അച്ചു കേറ്ററിങ്സ്, ജലപ്പത്തേണ്ട ചായക്കട, സന്തോഷ്, ഈ പന്തലിട്ട് തന്ന ബാബു, അങ്ങനെ ഒത്തിരി മുഖങ്ങൾ. ഞങ്ങളുടെ ചലഞ്ചുകൾക്കൊക്കെ ഒരു വലിയ ഒരു അനുഗ്രഹം. ഞങ്ങൾ കിട്ടുന്ന പൈസ മുഴുവനായി തന്നെ ആർക്കാണോ അവകാശപ്പെട്ട അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഒത്തിരി അധ്വാനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ ഒത്തിരി പേരുകളുടെ അധ്വാനമാണ് ഈ കൊടുക്കുന്ന 5,08,000 രൂപ. ഈ അടുത്ത മാസം തന്നെ മഞ്ജുവിനെ പുതിയ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ച് ഗൃഹപ്രവേശനം നടത്തി സുരക്ഷിതമായ ഒരു വീട്ടിൽ ആ കുടുംബത്തെ താമസിപ്പിക്കാനുള്ള ആഗ്രഹത്തിലാണ്. എന്തായാലും 5,08,000 രൂപ ഈ വീടിന് ലഭിച്ച ഈ സൽക്കാര ചടങ്ങിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പൈസ വാർഡ് മെമ്പർ സുരേഷ് ബാബുവിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഈ പൈസ ബാങ്കിൽ നിക്ഷേപിക്കാൻ, സ്ഥിര നിക്ഷേപമായി ബാങ്കിലിടുവാൻ ചേച്ചിയെ ഏൽപ്പിക്കും. CD നെറ്റ് ന്യൂസ്, കായംകുളം.